ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായ എന്നാൽ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ഇത് ബെസ്റ്റാണ്. വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത്. കറുത്ത എള്ള് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൽ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാം. എള്ളിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിലുള്ള അയൺ കണ്ടന്റ് തന്നെയാണ്. പ്രത്യേകിച്ച് രക്തക്കുറവുള്ളവർക്കൊക്കെ ഇത് പതിവാക്കുന്നത് വളരെയധികം നല്ലതാണ്. സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവത്തിനും അതുപോലെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു രക്തനഷ്ടം ഉണ്ടല്ലോ, അതൊക്കെ പരിഹരിക്കാനായിട്ട് എള്ളിന് സാധിക്കുന്നതാണ്. PCOD ഉള്ളവർക്കും എള്ള് പതിവാക്കുന്നത് നല്ലതാണ്. കൂടാതെ അനീമിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് 1 സ്പൂൺ വീതം കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതിലുള്ള ചെളിയൊക്കെ ഉണ്ടാകും, മണ്ണും എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള മറ്റ് ചേരുവകളാണ് അവല്. മട്ട അരിയുടെ അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. സാദാ പച്ച കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 400 ഗ്രാം പാം ജാഗരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ശർക്കര പാനിയാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ ചെയ്യാനുള്ളത് എള്ള് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കുക എന്നുള്ളത്. മൂന്നാമത്തേതായിട്ട് പച്ച കപ്പലണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് വറുത്ത് അതിന്റെ തോല് കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എള്ള് കഴുകി എടുക്കുന്നതിനോടൊപ്പം തന്നെ 400 ഗ്രാം ശർക്കര കരിപ്പെട്ടി പാംജാഗരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ശർക്കര എടുത്താലും മതിയാകും. അപ്പൊ നമുക്കിത് ശർക്കര പാനി ഉണ്ടാക്കാം. ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 400 ഗ്രാം കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായി ഉരുകിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അതിലുള്ള മണ്ണും കല്ലും കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് കഴിയും. എള്ള് നല്ലതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ വെച്ച് ഉണക്കിയെടുക്കാം, ഇല്ലെങ്കിൽ വൃത്തിയുള്ള തുണിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് കുറച്ചു നേരം വെച്ചാൽ തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നിലക്കടല വറുത്തെടുക്കാം. അപ്പൊ ഞാൻ എയർ ഫ്രയറിലാണ് നിലക്കടല വറുത്തെടുക്കുന്നത്. അപ്പൊ ഞാൻ എയർ ഫ്രയറിലേക്ക് 2 കപ്പ് നിലക്കടല, പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് ബദാം, ആൽമണ്ട്സ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 8 മിനിറ്റ്സ് 8 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മുടെ നിലക്കടല നല്ലതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇതാ 8 മിനിറ്റുകൾക്ക് ശേഷം കപ്പലണ്ടി നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നന്നായിട്ട് തൊലിയൊക്കെ പോയിട്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തോല് ഒലിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കപ്പലണ്ടി എയർ ഫ്രയറിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പക്കൈയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഈ ഒരു രീതിയിൽ താഴെ ഞാനൊരു മുറം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു തോലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അരിപ്പക്കൈയിൽ കുറച്ചും കൂടി വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടല മൊത്തത്തിൽ തന്നെ ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തോല് ഒലിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. കണ്ടില്ലേ, കണ്ടോ ഈ രീതിയിൽ. ഇപ്പം ഞാൻ ഒരു കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ 2 കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തോല് മൊത്തം പോയി കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഞാനൊരു ചുവട് കട്ടിയുള്ള പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കഴുകി വാർത്ത് വെച്ചിരുന്ന എള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറു തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
എള്ള് വെയിലത്ത് വെച്ചോ തുണിയിൽ വെച്ചോ ഉണക്കിയെടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ തന്നെ അത് റെഡിയായി കിട്ടുന്നതാണ്. അല്ല, നേരിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഇതുപോലെ ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എള്ള് പാകമായി എന്നറിയുന്നത് ഇത് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണവും അതുപോലെ ഇത് നന്നായിട്ട് പൊട്ടി സൗണ്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണം. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ 1.5 കപ്പ് മട്ട അരിയുടെ അവലിട്ട് കൊടുക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അവല് ചൂടാക്കുന്ന സമയത്ത് ചെറു തീയിലിട്ട് വേണം ചൂടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് ചൂട് കയറി പാകമായി കിട്ടുന്നതാണ്. അവലും ദാ ഇവിടെ പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിലെടുത്തൊന്ന് പൊടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു കിട്ടുന്നതാണ് ഇതിന്റെ പാകം. അപ്പൊ നമുക്കിത് തീ ഓഫ് ചെയ്യാം. പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കപ്പലണ്ടി ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആൽമണ്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇവിടെ കുട്ടികൾക്കൊക്കെ കപ്പലണ്ടി ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ 1.5 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഓൾറെഡി വറുത്തതായതുകൊണ്ട് ഒരുപാട് മുരിക്കൊന്നും വേണ്ട. ഒന്ന് നെയ്യിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പെട്ടി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. 400 ഗ്രാം കരിപ്പെട്ടിയാണ് ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ശർക്കര പാനിയിൽ ചെറു തീയിൽ വെച്ചിട്ട് ആ ഒരു തേങ്ങയൊന്ന് വിളഞ്ഞു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തേങ്ങയൊന്ന് പാകമായി കഴിഞ്ഞാൽ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള എള്ളുണ്ടല്ലോ, അത് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന അവലുണ്ടല്ലോ, അതൊന്ന് കൈ കൊണ്ട് ഞരടി പൊടിച്ചതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കാം. അവലിന്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന എള്ളിന്റെ അളവിന്റെ ഒരു 1/4 ഭാഗം മതിയാകും അവല്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എള്ളും അവലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ അളവിൽ ഏലക്കായും നല്ല ജീരകവും പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ദാ കർക്കിടകൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എള്ളും അവലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് മിക്സിയിലിട്ട് പൊടിക്കുകയോ ഉരുട്ടുകയോ ഒന്നിന്റെ ആവശ്യമില്ല. ആകെ അതിൽ സമയം വേണ്ടത് നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കാനാണ്. കഴുകി വാരി അത് ഉണക്കി വറുത്തെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് സമയം എടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന ഈ ഒരു എള്ളും അവലും കർക്കിടക മാസത്തിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആദ്യത്തെ ഓപ്ഷനായ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.